ഹലോ, വെൽക്കം ടു അവർ ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 77 ടാരോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം എത്രത്തോളം ഉള്ളതാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളിപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസണേറ്റായിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 ടൈംസ് അവരുടെ നെയിം പറയുക. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എത്രമാത്രം ആഴത്തിൽ എൻ്റെ വ്യൂവേഴ്സിനെ സ്നേഹിക്കുന്നുണ്ട്? പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂവേഴ്സിനെ എത്രത്തോളം ആഴത്തിലാണ് സ്നേഹിക്കുന്നത്? പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഈ ഒരു കണക്ഷനിൽ ഒരു ഡെത്തിൻ്റെ എനർജീസാണ്, ഒരു എൻഡിങ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരു മേജർ എൻഡിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റീഡിങ് കാണുന്ന മിക്കവരും ഇവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണുള്ളത്, അല്ലെങ്കിൽ സെപ്പറേഷൻ എനർജീസിലായിരിക്കാം. ചിലർക്കൊക്കെ ഇവിടെ ബ്രേക്കപ്പ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്, കാരണം നമുക്കതിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ കണക്ഷനിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ എനർജീസാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളത്. ശരിക്കും ഈ ഒരു കണക്ഷനിൽ എക്സാക്റ്റ് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു ക്ലാരിറ്റിയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ടൊരു ക്ലാരിറ്റി ആവശ്യമാണ്. പക്ഷേങ്കിൽ നിങ്ങൾ ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്ന ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു ക്ലാരിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ, അല്ലെങ്കിൽ ഒന്ന് ഗൈഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാണോ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു മൊമെൻറ്റിൽ. ഓക്കെ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ എനർജീസാണ് എനിക്കിതിവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. 13 നമ്പർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. ഫോർ സം ഓഫ് ഇവിടെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിൽ മേ ബി ഇവർ വെളിയിലായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾ സിറ്റി കൺട്രി അങ്ങനെ എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടായിരിക്കാം. ലോങ് ഡിസ്റ്റൻസ് ആണ് നിങ്ങൾ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇവിടെ റീസെൻ്റായിട്ട് എനിക്കിവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജീസിൽ എനിക്ക് പ്രോമിനൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംതിങ് ഈസ് എൻഡ്. എന്തോ ഒന്ന് എൻഡായിട്ടുണ്ട്, പക്ഷേ എങ്കിൽ ആ ഒരു എൻഡിങ്സ് എന്ന് പറയുന്നത് എന്തോ പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ടാണെന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. ലെറ്റ്സ് നിങ്ങളുടെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എന്താണ്, എത്രമാത്രം ആഴത്തിൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, എത്രത്തോളം അവർ നിങ്ങളെ ലൈഫിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജീസിലിവിടെ ക്യൂൻ ഓഫ് സോർട്സിൻ്റെ എനർജീസാണ് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ഈ ഒരു വ്യക്തി പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഇവർ നിങ്ങളെ കാണുന്നുള്ളത്, നിങ്ങൾ വളരെയധികം ടഫ് ആൻഡ് റഫ് എനർജീസിലാണ് നിൽക്കുന്നുള്ളത്. അതായത് നിങ്ങൾ വളരെയധികം റൂഡായിട്ടാണ് ഈ ഒരു ടൈമിലുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ അവകാശത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ്, ആ ഒരു ഇമോഷൻസ്, അതിൻ്റെ ആ ഒരു എനർജി, അതിന് ഇവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് നിങ്ങളുടെ അവകാശങ്ങൾ ചോദിക്കുന്ന ഒരു എനർജീസാണ് ഇവിടെ ഉള്ളത്. പണ്ട് നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ ഒത്തിരി അധികം പ്ലീസ് എണീറ്റിട്ട് പോവല്ലേ, ഞാനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കണേ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ പുറകെ ഒത്തിരി അധികം ബെഗ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജിയിലാണ്. കാരണം നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ ഒരു കണക്ഷനിൽ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി വേണം, ഒന്നെങ്കിൽ ഈ ഒരു കണക്ഷൻ മുന്നോട്ടേക്ക് പോകണം, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ എൻഡ് ആവണം എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ ഈ ഒരു ടൈമിലുള്ളത്. നിങ്ങളുടെ പേഴ്സണും അത് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളൊരു ക്യൂൻ ഓഫ് സോർട്സിൻ്റെ എനർജീസിലാണുള്ളതെന്ന്. ഓക്കെ, ഇവർക്കൊരു ഡൗട്ടാണ് ഈ ഒരു ടൈമിൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു ക്യൂൻ ഓഫ് സോർട്സിൻ്റെ എനർജിയിലേക്ക് മാറിയിട്ടുള്ളത്. നേരത്തെ ഒരു ക്യൂൻ ഓഫ് കപ്സ് ആയിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി. നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഒത്തിരി അധികം മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈമിൽ. കാരണം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയായിട്ടും സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇവരുമായിട്ട് കണക്റ്റഡ് ആവാതിരിക്കുന്നുള്ളത് നിങ്ങൾക്ക് വളരെയധികം വേദനാജനകമായിട്ടുള്ള ഒന്നാണ്. പക്ഷേ ഈ ഒരു ടൈമിൽ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, നിങ്ങൾ ഇത്രമാത്രം സ്നേഹത്തിലും കെയറിങ്ങിലും ഷെയറിങ്ങിലും ഒക്കെ ഇരുന്നിട്ട് ഈ ഒരു വ്യക്തി ഒരു ടൈമിൽ നിങ്ങളെ പറ്റിച്ചിട്ട് പോയിട്ടുണ്ടാവും. സോ അതിൻ്റെ ആ ഒരു പരിഭവം നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. നിങ്ങളിവരെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇവർക്ക് നിങ്ങളെ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ സ്റ്റെപ്പ് ബാക്ക് ചെയ്തതിൻ്റെ ഒരു എനർജി, ആ ഒരു സങ്കടം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടെന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. നിങ്ങൾ വളരെയധികം സൈലൻ്റ് ആയിട്ടുണ്ട്, സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റിൻ്റെ എനർജീസിലാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. നിങ്ങളുടെ ഈ ഒരു മൗനത്തിൻ്റെ ഈ ഒരു ടൈമിൽ, ഈ ഒരു കണക്ഷനിൽ എന്തായിട്ടും നിങ്ങൾ ശരിക്കും ഒരു മൗനം പാലിക്കുന്ന ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. പേഴ്സൺ എന്താണ്, ഈ ഒരു വ്യക്തി നിങ്ങളോട് ഒത്തിരി അധികം എത്രമാത്രം ആഴത്തിൽ ഇവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എത്രമാത്രം ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു അത്രമാത്രം ഈ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല ഒരു ലവ്. ഫോർ സം ഓഫ് ഇവിടെ നിങ്ങൾ തമ്മിൽ ഡിഫറൻസസ് ഉണ്ടാവും. ഒരാൾ ഫെമിനൻ എനർജി ആയിരിക്കാം, ഒരാൾ മസ്കുലൻ എനർജി ആയിരിക്കാം, ഒരാൾ എക്സ്പ്രസീവ് ആയിരിക്കാം, മറ്റൊരാൾ എക്സ്പ്രസ് ചെയ്യാത്തൊരു എനർജി ആയിരിക്കാം ഇമോഷൻസിനെ. ഒരാൾ വളരെയധികം എന്തെങ്കിലും റിലീജിയസ് ഡിഫറൻസസ് ഉണ്ടാവാം, അല്ലെങ്കിൽ കാസ്റ്റ് ഡിഫറൻസസ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും കൾച്ചറൽ ഡിഫറൻസസ് ഉണ്ടാവാം. ഇവിടെ ഡിഫറൻസസ് ഒത്തിരി അധികം കാണുന്നുണ്ട്.
ഓക്കെ. സോ ആ ഒരു ഡിഫറൻസസിൻ്റെ ബേസിലാണ് ഇവിടെ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്ന ഒരു എൻഡിങ് സംഭവിക്കുന്നുള്ളത്. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്തങ്ങളായിട്ടുള്ള രണ്ട് വ്യക്തികളാണെങ്കിൽ പോലും ഈ ഒരു വ്യക്തിക്ക് ശരിക്കും ഒരു കംപ്ലീഷൻ നിങ്ങളിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുള്ളപ്പോഴാണ് ഒരു കംപ്ലീഷൻ എന്ന് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു വ്യക്തി സ്നേഹിക്കുന്ന പോലെ ഈ ഒരു വ്യക്തി നിങ്ങൾ ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്ന പോലെ ആരും ഇയാളെ ഇതുവരെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്, ആ ഒരു ലവിന്, ആ ഒരു കെയറിന് ഈ ഒരു വ്യക്തിക്ക് വളരെയധികം വാല്യൂ ഉണ്ട്. ഓക്കെ. സോ ഇവരും വളരെയധികം ഒരു ഇമോഷണൽ ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ്, ഒരു 10 ഓഫ് കപ്സിൻ്റെ എനർജീസ് ഇവിടെ ഈ ഒരു വ്യക്തിയായിട്ട്, ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇത് പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ഫോർ സം ഓഫ് യു. ചിലർക്കൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങളുടെ ഈ ഒരു വ്യക്തിയുടെയും കണക്ഷൻ സോൾമേറ്റ് കണക്ഷനാണ്. നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിന്ന സമയത്ത് അത്രയും നിങ്ങൾ ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് ഒത്തിരിയധികം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്, ഒത്തിരിയധികം നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു കണക്ഷനിൽ. അല്ലെങ്കിൽ ഒത്തിരിയധികം നിങ്ങളൊരു ഫുൾ ഗിവർ എനർജീസിലാണ് ഈ ഒരു കണക്ഷനിൽ നിന്നിട്ടുള്ളത്. കാരണം നിങ്ങൾ ഇവരെ ഒത്തിരിയധികം സ്നേഹിച്ചിട്ടുണ്ട്, നമുക്കതിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടൊരു ഗിവറിൻ്റെ എനർജീസിൽ നിൽക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ട്. കാരണം അത് എൻ്റെ സ്വന്തമായിട്ടുള്ള വ്യക്തിയല്ലേ, എൻ്റെ പേഴ്സണിന് വേണ്ടിയിട്ടല്ലേ, അയാൾക്ക് എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അത് എനിക്ക് വേണ്ടി ചെയ്യുന്നതിന് തുല്യമാണ് എന്നുള്ളൊരു എനർജിയിലായിരിക്കാം പലപ്പോഴും നിങ്ങൾ ഇവിടെ ഇരുന്നിട്ടുള്ളത്. ഓക്കെ. എല്ലാവരുടെയും എനർജീസ് അല്ല, പക്ഷെ ചിലരുടെയൊക്കെ എനർജീസിൽ എനിക്കതിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു ടൈമിലാണെങ്കിലും ഇപ്പം ഈ ഒരു വ്യക്തി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കണക്ഷന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ പോലും റെഡിയാണ്. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ എനർജീസ് നിങ്ങൾ ചിന്തിക്കുന്നുള്ളത് ഇവർ ശരിക്കും ഒരു ഈ ഒരു ടൈമിൽ നിങ്ങളിലല്ല ഇവരുടെ ഫോക്കസ് എന്നുള്ളൊരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു വ്യക്തിനെ ഈ ഒരു ടൈമിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിനെ നിങ്ങൾ കണ്ടില്ല എന്നടിക്കുന്ന ഒരു എനർജീസാണ് എനിക്കിവിടെ ഈ ഒരു നിങ്ങളുടെ എനർജീസിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളത്. ഇവിടെ ഒത്തിരിയധികം മെൻ്റൽ കോൺഫ്ലിക്റ്റിലൂടെ അല്ലെങ്കിൽ ബാറ്റിൽസിലൂടെയാണ് നിങ്ങളിവിടെ ഈ ഒരു ടൈമിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സെവൻ ഓഫ് സോർഡ്സിൻ്റെ എനർജീസാണ്. സോ ഈ ഒരു വ്യക്തി പലപ്പോഴും നിങ്ങളെ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് പോയിട്ടുണ്ടാവാം, നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളെ പറ്റിച്ച് കടന്നു പോയിട്ടുണ്ടാവാം. പക്ഷെ എന്നാൽ പോലും ഈ ഒരു വ്യക്തി സ്റ്റിൽ നിങ്ങളിൽ കണക്റ്റഡ് ആണ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ആണെന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മൂവ് ചെയ്ത് പോയിട്ടുണ്ട്, പക്ഷേ എങ്കിലും ഇവർ സ്റ്റിൽ നിങ്ങളിൽ സ്റ്റക്കാണ്. ഓക്കെ. ഒരാളൊരു കണക്ഷനിൽ നിന്ന് മൂവ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ട്രിക്സ്റ്റർ എനർജീസാണ് എനിക്ക് ഈ ഒരു വ്യക്തിയുടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ. ഒരു ക്ലെവർ ആയിട്ടുള്ള വളരെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെ. ബട്ട് ഈ ഒരു വ്യക്തി ഒത്തിരിയധികം നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ്, ആ ഒരു ഇമോഷൻസ് ഒന്നും ഈ ഒരു വ്യക്തി കൺഫസ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. അത് മാത്രമല്ല നിങ്ങളുടെ അടുത്തേക്ക് ഒത്തിരിയധികം മൈൻഡ് ഗെയിംസ് കളിച്ചിട്ടുണ്ട്, ഒരു മാനിപ്പുലേറ്റീവ് എനർജി അല്ലെങ്കിൽ മാനിപ്പുലേഷൻ ആ ഒരു എനർജിയിൽ ഇരുന്നിട്ടുണ്ട്. എനിക്കിതിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. ഇവിടെ നിങ്ങളുടെ എനർജി ഒരു ഗോയിങ് വിത്ത് ഫ്ലോ ആണ്. നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ ഒരു ഗോയിങ് വിത്ത് ഫ്ലോയിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പലരൊക്കെയും ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ വ്യൂവേഴ്സ്. കാരണം നിങ്ങൾ ഇമോഷൻസ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്. നിങ്ങൾ ഇവർ ഇത്രമാത്രം നിങ്ങൾ ഇവരെ നേരത്തെ സ്നേഹിച്ചിട്ടുണ്ടോ അത്രയും ഇവരെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. ഒരു സ്നേഹത്തിന് ഒരു തരി പോലും അളവിന് കുറവില്ല. പക്ഷെ എന്നാൽ പോലും ഇവിടെ ഈ ഒരു കണക്ഷനിൽ നിങ്ങൾ ഈ ഒരു കണക്ഷനെ വേണ്ടാന്ന് വെച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ചെയ്യാം എന്നുള്ള ഒരു എനർജി, അങ്ങനത്തെ ഒരു തീരുമാനം നിങ്ങൾ ഈ ഒരു മൊമെന്റിൽ എടുത്തിട്ടുണ്ടാവാം. സോ അപ്പോൾ നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ വളരെയധികം ഡൗൺ ആണ്, നിങ്ങൾക്കത് പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ലെറ്റ്സ് ചെക്ക് നിങ്ങളുടെ പേഴ്സണൽ എനർജീസ് എന്താണെന്നുള്ളത്. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എത്രമാത്രം ആഴത്തിൽ സ്നേഹിക്കുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. ഏസ് ഓഫ് സോർഡ്സിൻ്റെ എനർജീസ് ആണ്. ഈ ഒരു വ്യക്തി നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്.
ഓക്കെ, നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്, ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പക്ഷേ എങ്കിൽ ഒരു പ്രൊപ്പോസൽസ്, ഇപ്പോൾ സം ഓഫ് ഇവിടെ പ്രൊപ്പോസൽസ് ഒക്കെ കിട്ടാനായിട്ടുള്ള സാധ്യത ഇവിടെ ഡയറക്റ്റ് നിങ്ങളുടെ അടുത്തേക്ക്, ഇപ്പോൾ മാരേജ് പോസിബിൾ ആയിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ മാരേജ് പോസിബിൾ ആകുന്നുണ്ടാവും ഇവിടെ. അതല്ല നിങ്ങളുടെ കണക്ഷൻ, നിങ്ങൾ മാരിറ്റൽ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ക്ലാരിറ്റി ആണോ ഈ ഒരു കണക്ഷനിൽ ആഗ്രഹിക്കുന്നത് ആ ഒരു ക്ലാരിറ്റി ഒരു വ്യക്തി നിങ്ങൾക്ക് തരുന്നുണ്ടാവും. ഓക്കെ, ഇവരുടെ ലൈഫിൽ എന്തൊക്കെ, അതായത് എനിക്ക് തോന്നുന്നു മെയിനായിട്ട് ഇവിടെ ഫാമിലിയാണ് തേർഡ് പാർട്ടി ആയിട്ട് കാണാൻ പറ്റുന്നുള്ളത്. ഫാമിലി ഉള്ളത് കൊണ്ടാണ് ഇവിടെ നിങ്ങളുടെ അടുത്തേക്ക് ഫാമിലി, സൊസൈറ്റി, നെയിം, ഫെയിം ഇതൊക്കെ പോകുമല്ലോ എന്നുള്ളൊരു ഫിയറാണ് ഈ ഒരു വ്യക്തിക്കുള്ളത്. അപ്പം അതിൻ്റെ ആ ഒരു ഫിയറിലാണ്, അതായത് ഇവർക്കൊരു കല്യാണം നടക്കുന്നുണ്ടല്ലോ, ഒരു മാരേജ് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള എന്ത് കാര്യങ്ങൾ ഇവരുടെ ലൈഫിൽ നടന്നാലും അതിൽ ഫാമിലി ഇൻവോൾവ് ആയിരിക്കണം. ഫാമിലിയുടെ 100% എന്താ ഒരു എഗ്രി, അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താ പറയുക, ഫാമിലിയുടെയൊക്കെ ഒരു അംഗീകാരം ഉണ്ടല്ലോ, ആ ഒരു എനർജി കിട്ടിയിട്ട് മുന്നോട്ടേക്ക് പോകാം എന്നുള്ളൊരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു റീസെൻ്റായിട്ട് ഈ ഒരു വ്യക്തി അങ്ങനെ ഫാമിലി എല്ലാം കൂടി സമ്മതിച്ച് ആരും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ അങ്ങനെ ഒരു മാരേജാണ് ഇവിടെ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി ഇവരെന്തുകൊണ്ടാണ് ട്രിക്സ്റ്റഡ് ആയിട്ട് ഇരുന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്നിട്ടുള്ളത്, മൈൻഡ് ഗെയിംസ് കളിച്ചിട്ടുള്ളത് എന്നുള്ള ആ ഒരു എനർജിയുടെ ഒരു ക്ലാരിറ്റി ഒരു വ്യക്തി നിങ്ങൾക്ക് തരുന്നുണ്ടാവും ഇനിയുള്ള ടൈമിൽ. ഓക്കെ, ലെറ്റ്സ് മൂണിൻ്റെ എനർജീസ്. നിങ്ങൾ ഈ വളരെയധികം ഡൗൺ ആണ്, കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ഒരു വ്യക്തി ഒത്തിരിയധികം കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യം ഇവർ ഇമോഷൻസിനെ ഹൈഡ് ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷൻ സഡൻലി എൻഡ് ആയി പോയതിൻ്റെ റീസൺ, ആ ഒരു റീസൺ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എന്തുകൊണ്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. എന്തെങ്കിലും മുട്ടാത്തർക്കം പറഞ്ഞിട്ടായിരിക്കും ഒരു വ്യക്തി മൂവ് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ അതൊരു റീസൺ ആണ് ഇവിടെ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, അവരുടെ എനർജീസ് എന്താണെന്ന് നോക്കാം. ത്രീ കാർഡ്സ് വന്നിട്ടുണ്ട്, 3 കാർഡ്സ് കൊടുക്കത്തില്ല. 5 ഓഫ് സോർഡ്സ്, ഡൗൺ ആണ് ഇവർക്കൊരു എക്സ്പീരിമെൻസ്, അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ ഇവരുടെ ലൈഫിൽ ഒത്തിരിയധികം കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങളെ വെച്ചിട്ട് കുറേ അധികം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടാവാം. മേ ബി നിങ്ങൾ ജെനുവിനാണോ, നിങ്ങൾ പോകുമോ ഇല്ലയോ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇവർ ട്രൈ ചെയ്ത് മൈൻഡ് ഗെയിംസ്, ട്രിക്സ്റ്റർ ആയിട്ടുള്ള, ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളുടെ പേഴ്സൺ ട്രിക്സ്റ്റർ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എനർജി ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ടുണ്ട്. അപ്പം ആ ഒരു എനർജിയിലാണ് സ്റ്റിൽ ഈ ഒരു വ്യക്തി ആ ഒരു എനർജിയിൽ റിഗ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അത് മിസ്റ്റേക്ക് ആയിപ്പോയി എന്നുള്ളൊരു റിയലൈസേഷൻ ഈ ഒരു വ്യക്തിക്കുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവർ ഇമോഷൻസിനെ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഫിയർ ആണ് നന്നായിട്ട്. ഈ ഒരു ടൈമിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക, കാരണം ഇത്രയൊക്കെ ഇഷ്യൂസ് ക്രിയേറ്റ് ആയി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു അനക്കവും ഇല്ല. നിങ്ങളിപ്പോൾ ക്യൂൻ ഓഫ് സോഴ്സിൻ്റെ എനർജിയിൽ അല്ലെങ്കിലും ഇവരെങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഇവർക്കൊരു ഫിയർ ഉണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂവേഴ്സിനെ എത്രമാത്രം ആഴത്തിലാണ് സ്നേഹിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. സൈലൻസിൻ്റെ എനർജീസ് ആണ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എഗെയിൻ നമുക്കിവിടെ ഒരു സ്ലോയിങ് ഡൗണിൻ്റെ എനർജീസ് വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റിൽ നമുക്ക് ഡെത്ത് കാർഡ് വന്നിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇത് ഡയറക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഫൂളിൻ്റെ എനർജീസ്. സോ ഈ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, സ്നേഹിക്കാത്തതിൻ്റെ ഇഷ്യൂസ് ഒന്നുമല്ല. പക്ഷേ എങ്കിൽ ഇവർക്ക് അതിനുള്ള ധൈര്യം ഇല്ല, അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ ഇപ്പം പ്രസൻറ്റ് സിറ്റുവേഷനിൽ കുറേ ഒബ്സ്റ്റിക്കൽസ്, ചാലഞ്ചസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ കണക്ഷനിൽ ചേഞ്ച് ഉണ്ടാവും. അത് വളരെയധികം ഒരു സ്ലോയിങ് ഡൗണിൻ്റെ എനർജീസാണ്. ഞാൻ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞു കണക്ഷനിലൊരു ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കാനായിട്ട് നിങ്ങൾ അനുവദിക്കുക. ഈ ഒരു വ്യക്തിയെ ചേസ് ചെയ്യാതിരിക്കുക. അവരെ നിർബന്ധിച്ച് കമ്മിറ്റ്മെൻറ്റോ റിലേഷൻഷിപ്പിൽ നിൽക്കാനായിട്ടോ ഒന്നും നിങ്ങൾ പ്രേരിപ്പിക്കാതിരിക്കുക. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. അതായത് ശരിക്കും ഈ ഒരു സ്നേഹം റിയലൈസ് ചെയ്യുന്ന ടൈമിൽ അയാൾ എഫേർട്ട് എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടാവും. അല്ല നിങ്ങളായിട്ട് ഈ ഒരു കണക്ഷനിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവരാനും, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനിൽ ബ്രേവായിട്ട് എന്തെങ്കിലും കുറേ ട്രിക്കൊക്കെ ചെയ്ത് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ട. ഇവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. ഒത്തിരി അങ്ങ് ഡീപ്പായിട്ട് സ്നേഹമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഡീപ്പായിട്ടുള്ള ഒരു എനർജീസ് ഒന്നും നമുക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ എന്നാൽ പോലും നിങ്ങൾ എത്രമാത്രം ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടോ അത്രമാത്രം ഈ ഒരു വ്യക്തി നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട്. ഒരു എന്താ പറയുക, ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൻ്റെ ഇഷ്യൂസ് ആണ് ഈ ഒരു കണക്ഷനിലുള്ളത്. ഇപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ ഒരാൾ ഗിവറും ഒരാൾ ടേക്കറുമായിട്ട് നിന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ടൈമിൽ ഈ ഒരു കണക്ഷനിൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്.
അതായത് ഇവിടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് വേണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു കണക്ഷനിൽ നിങ്ങളുടെ ഒരു ഗിവർ ആവാനായിട്ട്, അല്ലെങ്കിൽ ആ ടേക്കർ എന്നുള്ള ഒരു എനർജീസിൽ മാറിയിട്ട് നിങ്ങളുടെ ഒരു പ്രൊവൈഡർ ആവാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്, വളരെ സ്ലോ എനർജീസാണ്. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യണോ, മൂവ് ഓൺ ചെയ്യണോ എന്നുള്ള ഒരു എനർജീസിലൊക്കെയാണ് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം കിട്ടുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു ടൈമിൽ ഇവർ ശരിക്കും പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ശരിക്കും ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. പക്ഷേ എങ്കിൽ പയ്യെ സിറ്റുവേഷൻ സോർട്ട് ഔട്ട് ആവുന്നുണ്ടാവും, ഓക്കെ ആവുന്നുണ്ടാവും. ഇവരുടെ ഈ ഒരു നെഗറ്റീവ് എനർജീസിന് ഈ ഒരു വ്യക്തി റിലീസ് ആകുമ്പോൾ ഇവർ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഇവർ എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഇവർ ഓൾറെഡി പലരോട് ഈ ഒരു റീഡിങ് കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പലർക്കും എനിക്ക് തോന്നുന്നു ഇവിടെ ആക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ചെറിയൊരു സൗന്ദര്യപ്പണക്കമൊക്കെ ഉള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ട്രൂ ഇമോഷൻസ് എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ ഈ ഒരു വ്യക്തിയെ കുറിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരത് ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. ഇവർ വന്ന് പറയുന്നുണ്ടാവും, ഞാൻ ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ട് നിന്നെ, നീ എത്രമാത്രം സ്നേഹിക്കുന്നു അത്രമാത്രം ഞാനും സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവർ നിങ്ങളുടെ അടുത്ത് ക്ലാരിറ്റി തരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ നമുക്ക് കുറച്ച് മെസ്സേജസ് ഒക്കെ നോക്കാം. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണൽ എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂവേഴ്സിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളത്? ഓക്കെ, യു ആൻഡ് മീ ഡീൽ വിത്ത് എവറി സിറ്റുവേഷൻ. സി, ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളും ഈ ഒരു വ്യക്തിയും ഏത് സിറ്റുവേഷൻസിലും ഡീൽ ചെയ്യാൻ പഠിച്ചവരാണ്. നമുക്ക് എന്ത് സിറ്റുവേഷൻ, നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്ത് സിറ്റുവേഷൻസിനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും എന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നുള്ളത് നിങ്ങളോട്. നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ സോൾമേറ്റ് ആണെന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നത്. നമ്മൾ റീഡിങ്ങിൽ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. യു ആർ ഹോണസ്റ്റ് വിത്ത് മീ. ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ വളരെയധികം ലോയൽ ആയിട്ടിരുന്നിട്ടുണ്ട്, ജെന്യുവിൻ ആയിട്ടിരുന്നിട്ടുണ്ട്, ഹോണസ്റ്റ് ആയിട്ടിരുന്നിട്ടുണ്ട്. സോ ആ ഒരു എനർജി ഇയാൾക്കറിയാം. സ്റ്റിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ വെയിറ്റിംഗിലാണ്. ഇവർ നിങ്ങളെ പറ്റിച്ചിട്ട് പോയി, അല്ലെങ്കിൽ ഇവരുടെ സിറ്റുവേഷൻസ് കൊണ്ട് ഇവർ സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും സ്റ്റിൽ നിങ്ങൾ ഇവരെ വെയിറ്റിംഗിലാണ്. കാരണം നിങ്ങളുടെ ആ ഒരു പിണക്കവും ആ ഒരു ദേഷ്യവും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് ഇയാൾ വിചാരിക്കുന്നുണ്ട്. യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. നിങ്ങൾ ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നാണ് പറയുന്നത്. കാരണം മേ ബി നിങ്ങൾ ചിലർക്കൊക്കെ ഇവിടെ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിലൂടെ ആയിരിക്കും ഒരു കണക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവിടെ ഒരു റിലേഷൻഷിപ്പിലേക്ക് മാറിയിട്ടുള്ളത്. മേ ബി ഒരു ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ് എനർജീസ് ആയിരിക്കാം ഫോർ സം ഓഫ് യു. ചിലർക്കൊക്കെ ഇവിടെ സീക്രട്ട് റിലേഷൻഷിപ്പാണിത്. ഓക്കെ, സീക്രട്ട് റിലേഷൻഷിപ്പാണ്. ഈ ഒരു കണക്ഷൻ വെളിയിൽ ആവരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. അല്ലെങ്കിൽ നിങ്ങൾ പക്ഷേ സ്റ്റേബിളായിട്ട് ഈ ഒരു വ്യക്തി ഇരിക്കണമെന്ന്, ഒരു സ്റ്റെബിലിറ്റി വേണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ട്സ് ആയിരിക്കാം മേ ബി നിങ്ങൾ ഫസ്റ്റിലൊക്കെ. പക്ഷേ എന്നാലും നിങ്ങളുടെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സീക്രട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തി ഇഷ്ടമുണ്ടെങ്കിൽ പോലും അത് വെളിയിൽ അറിയരുത്. ആരും അറിഞ്ഞത് നാണം കെടാൻ പാടില്ല, ഇയാളുടെ നെയിമും ഫീമും ഒന്നും പോകാൻ പാടില്ല എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാവരുടെ എനർജീസ് അല്ലെങ്കിലും ചിലരുടെയൊക്കെ എനർജീസ് ഇതാണ് കേട്ടോ. ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ് എന്നുള്ള ഒരു എനർജീസാണ് ഇവർക്കുള്ളത് ഇവിടെ. ഇപ്പോൾ സം ഓഫ് യു. പക്ഷെ ഇവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. പക്ഷേ ഇവർക്ക് ഇവരുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. ആ ഒരു സിറ്റുവേഷൻസ് കൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ബാക്കിലേക്ക് അല്ലെ വെളിയിലേക്ക് പോകരുതെന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുള്ളത്. നിങ്ങൾ പലപ്പോഴും നല്ലൊരു ലിസണർ ആയിട്ടിരുന്നിട്ടുണ്ടാവും. ഇവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിരുന്നിട്ട് നിങ്ങൾ ഇവരെ ഒത്തിരി അധികം ആശ്വസിപ്പിച്ചിട്ടുണ്ടാവാം. മേ ബി നിങ്ങളുടെ നിങ്ങൾ ഇവരെ ഒത്തിരി അധികം ഇവരുടെ ലിമിറ്റേഷൻസിനെയൊക്കെ ഇവരുടെ കുറേ പരിമിതികളുണ്ടാവും. അവരുടെ ലൈഫിൽ കുറേ ഇഷ്യൂസ് ഉണ്ടാവാം. അതിനെല്ലാം അക്സെപ്റ്റ് ചെയ്ത് ആസ് എ പേഴ്സൺ, അതായത് ഈ ഒരു വ്യക്തി എങ്ങനെയാണോ, അത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, ഇവരുടെ നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇവരെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ രീതിയും അതായത് ഈ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഇവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ട്. ആ ഒരു റിയലൈസേഷൻ ഉണ്ട്. അത് ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നതാണ് ഈ ഒരു ടൈമിൽ നിങ്ങളോട് പറയുന്നത്. യു അക്സെപ്റ്റ് ആൻഡ് റെസ്പെക്ട് മൈ ലിമിറ്റേഷൻസ്. ഇവർക്കുള്ള ആ ഒരു പരിമിതികൾ പോലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് വീണ്ടും ഈ ഒരു കണക്ഷനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു വ്യക്തി മാരീഡ് ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ റിലേഷൻഷിപ്പിലും, അതായത് മാരീഡ് ലൈഫിൽ വിട്ടിട്ടുണ്ടാവും. ആ കൂടെ തന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കൂടുതലൊന്നും വേണ്ട, ജസ്റ്റ് എന്നോട് ആ ഒരു സ്നേഹത്തോടെ നിന്നാൽ മതി, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചാൽ മതി സ്നേഹത്തോടെ, ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നിന്നാൽ മതി എൻ്റെ ലൈഫിലും, എനിക്കത് മാത്രം മതി, വേറൊന്നും വേണ്ട നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങളുടെ സൗണ്ട് ഫോർ സം ഓഫ് യു, നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ സൗണ്ട് വളരെ സുന്ദരമാണ്, അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആണ്, അത് കേൾക്കാൻ വേണ്ടിയിട്ട് വളരെ സെക്സി ആയിട്ടുള്ള ഒരു സൗണ്ട് ആണെന്ന് ആരെങ്കിലും നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാവും. ചാനലിൻ്റെ മെസ്സേജാണ് കേട്ടോ. ഇവിടെ അങ്ങനെ എന്തോ ഒരു മെസ്സേജസ് വരുന്നുണ്ട്. നിങ്ങളുടെ സൗണ്ട് സൂപ്പർ ആണെന്ന് നിങ്ങളുടെ പേഴ്സൺ ബിലീവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടും ഉണ്ടാവും നിങ്ങളോട് തുറന്ന് നിങ്ങളുടെ സൗണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആണെന്ന്. അപ്പോൾ സം ഓഫ് യു ഇവിടെ സിംഗറിൻ്റെ എനർജീസ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾ സിംഗർ ആയിരിക്കില്ല, നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി സിംഗർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഈ ആ ഒരു പ്രൈവറ്റ് മൊമെൻറ്റ്സിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് പാട്ടൊക്കെ പാടിക്കൊടുത്തിട്ടുണ്ടാവാം. ഓക്കെ, ആ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. സോ
ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഹിറ്റ് ദി ബെൽ ഐക്കൺ, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. അതുപോലെ തന്നെ ആർക്കെങ്കിലും എൻ്റെ അടുത്തൊന്ന് പേഴ്സണൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്. ബൈ ബൈ, സി യു.